നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. നാളെ മുതൽ വീണ്ടും ക്രിക്കറ്റ് ആവേശത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ക്രിക്കറ്റ് പ്രേമികൾ ആവേശത്തിലാണ്. ഇന്നലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ മാധ്യമങ്ങളെ കാണുകയുണ്ടായി. ഇന്ത്യൻ ടീം ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെല്ലാവർക്കും അറിയാം. ഈ ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, നമ്മൾ ഗ്രൂം ചെയ്തെടുക്കേണ്ട ചില താരങ്ങളുണ്ട്, ഇന്ത്യയുടെ ഭാവി എന്ന് പറയാവുന്ന താരങ്ങൾ. യെസ്, ജയ്സ്വാൾ, സർഫ്രാസ്, ജുറൽ, ഈ താരങ്ങളെ നമ്മൾ ഗ്രൂം ചെയ്തെടുക്കണം. ഒപ്പം രാഹുലിൻ്റെ മികവ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, നമുക്ക് ജയ്സ്വാളിനെ ഗ്രൂം ചെയ്തെടുക്കണം, സർഫ്രാസ്, ജുറൽ, ഇങ്ങനെയുള്ളവരെ. യശസ്വിയുടെ കാര്യത്തിൽ ടഫ് സിറ്റുവേഷനുകളിൽ ഓൾറെഡി അദ്ദേഹം പലതവണ ഡെലിവർ ചെയ്തിട്ടുണ്ട്, വളരെ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സർഫ്രാസ് ആണെങ്കിൽ ഫിയർലെസ് ക്രിക്കറ്റാണ് കളിക്കുന്നത്, ഫിയർലെസ് ആയിട്ട് കളിക്കാൻ കപ്പാസിറ്റി ഉള്ളയാളാണ് സർഫ്രാസ്. ജുറലിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് നല്ല രൂപത്തിൽ ഗ്രൂം ചെയ്തെടുക്കേണ്ടതുണ്ട്. പിന്നെ രാഹുലിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, നമുക്കെല്ലാവർക്കും അറിയാം രാഹുലിൻ്റെ ക്വാളിറ്റി എന്താണ് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് എന്താണ് എന്നുള്ളത്. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ക്ലിയർ മെസ്സേജ് കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ കംബാക്ക് മുതൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചുവരവ് മുതൽ അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടുകയുണ്ടായി. ഹൈദരാബാദിൽ വെച്ച് അദ്ദേഹം 80+ റൺ നേടുകയുണ്ടായി. അൺഫോർച്ചുനേറ്റ്ലി ഗോട്ട് ഇൻജുവേർഡ്. ദെൻ എന്തുകൊണ്ട് അദ്ദേഹം ടെസ്റ്റിൽ ഫ്ലറിഷ് ചെയ്യുന്നില്ല എന്നുള്ളത് ഞാനൊരു കാരണവും കാണുന്നില്ല. അദ്ദേഹം വളരെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു കളിക്കാരനാണ്. അദ്ദേഹത്തിന് വളരെ രൂപത്തിൽ മികവ് കാണിക്കാൻ പറ്റും എന്നുകൂടി ഇപ്പോൾ രോഹിത് ശർമ്മ കൂട്ടിച്ചേർക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.